ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നമ്മളെ എപ്പിസോഡിലും ലൈവിലും ഒന്നും കാണിക്കാത്ത എന്തോ RJ ബിൻസിയും അപ്പാനി ശരത്തുമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് ബിൻസി എവിക്റ്റഡ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇത് കാണിച്ചത്. ശൈത്യം എല്ലാം നിൽക്കുമ്പോഴും നോ എവിക്ഷനാണ് കാണിച്ചത്. പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാനായിട്ട് എന്തോ കാര്യമുണ്ട്. കാരണം ഷാനവാസിൻ്റെ വീട്ടിൽ നിന്നൊന്നും വിളിച്ചില്ലായിരുന്നു. ഷാനവാസിന് എന്തോ ഹെൽത്ത് പ്രോബ്ലം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ വിളിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് അപ്പാനി ശരത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡോ അല്ലെങ്കിൽ ലൈവോ അത് നമ്മളെ കാണിച്ച സീനൊക്കെ അവരെ കാണിച്ചപ്പോൾ ആ കുട്ടിക്ക് എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ട് അവരിവിടെ വിളിച്ച് കാണാം. അങ്ങനെ എന്തോ കാര്യം ഉണ്ടായിട്ടാണ് ബിൻസിനെ അപ്പം തന്നെ ഇവിടുന്ന് കട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അനുമോളും ഷാനവാസും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ നല്ലപോലെ പേടിച്ചിട്ടുണ്ട് അപ്പാനി ശരത്ത് ഇന്നലത്തെ എപ്പിസോഡിൽ. ആളെന്തൊക്കെയോ പേടിക്കുന്നുണ്ട്, എന്തോക്കെ പുറത്ത് നെഗറ്റീവായിട്ടുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി. നമ്മൾ കാണാത്തത് എന്താണെങ്കിലും അനുമോളും ഷാനവാസും അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് ഷാനവാസ് പറഞ്ഞത്, പുറത്ത് എൻ്റെ പെങ്ങളെ ഓർത്ത് മാത്രമാണ്, അതായത് അപ്പാനി ശരത്തിൻ്റെ ഭാര്യ ഓർത്ത് മാത്രമാണ് ഞാനൊന്നും പറയാത്തത്. RJ ബിൻസി ഔട്ടായപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ഇരുന്നുണ്ടായിരുന്നു അപ്പാനി ശരത്തിൻ്റെ ഭാര്യയുടെ പ്രാർത്ഥന മൂലമാണ് ബിൻസി ഔട്ടായതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് അനുമോൾ പുറത്തെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. എന്നാലും അനുമോളുടെ വായിന്ന് ഒരു വാക്ക് വന്നു, നീയൊക്കെ കാരണം ഒരു പെണ്ണ് ഔട്ടായില്ലേടാന്ന്. അപ്പം അവിടെ എന്തോ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവരും അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വഴി അറിയാം. അപ്പാനി എന്തായാലും നല്ലപോലെ പേടിച്ചിട്ടുണ്ട്. നമ്മുടെ അനീഷിനെയും ഒതുക്കിയിരിക്കുകയാണ് ലാലേട്ടൻ, ആളും ഇപ്പം മിണ്ടുന്നില്ല. അപ്പം നമ്മുടെ കളികൾ നടക്കട്ടെ. താങ്ക്